ചരിത്രത്തെ തിരുത്തൽ, ഒപ്പം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ശത്രുക്കളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ നിഷ്കാസനം ചെയ്യുന്ന നടപടികളുമായി തുടരുന്ന മോദി സർക്കാരിൻ്റെ രീതികളെയൊക്കെയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPIM നേതാക്കളെ ED ഇന്ന് ചോദ്യം ചെയ്യും. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ MP PK ബിജു, തൃശൂർ നഗരസഭാ കൗൺസിലർ PK ഷാജൻ എന്നിവരോട് ഹാജരാകാൻ വീണ്ടും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി എബി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. എബി, ഇപ്പോൾ കൊച്ചിയിൽ ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുമ്പോൾ കൂടുതൽ സമയമെടുക്കുന്നത് ഇത്തരം ED അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ശത്രുക്കളെ നിഷ്കാസനം ചെയ്യുന്ന നടപടികൾക്കെതിരെയാണ് BJPയുടെ. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും MM വർഗീസ് അടക്കമുള്ളവർക്ക് ഇന്ന് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ വിവരം? അജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ട ED തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അവരുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ മരവിച്ച് കിടക്കുന്ന, അതായത് ഈ കരുവന്നൂർ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ ഏതാണ്ട് മരവിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു. ഒട്ടും തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമാണ് കരുവന്നൂർ ഇത്രയധികം ആവേശത്തോടു കൂടി ED അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിന്റെ ഒരു രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM-ലെ മുതിർന്ന നേതാക്കളെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ വ്യാഴാഴ്ച PK ബിജു ഉൾപ്പെടെയുള്ള നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലായിരുന്നു. അതിന് തൊട്ട് പിറ്റേ ദിവസം, അതായത് വെള്ളിയാഴ്ച MM വർഗീസിനെ വീണ്ടും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് MM വർഗീസിന് നോട്ടീസ് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ ഉള്ളതുകൊണ്ടും തിരക്കായതുകൊണ്ടും തനിക്ക് ഹാജരാകാൻ കഴിയില്ല, 26-ാം തീയതി വരെ അതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു നില അദ്ദേഹം ED അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ ED വീണ്ടും നോട്ടീസ് അയച്ചതോടുകൂടി പാർട്ടി നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടി തന്നെയാണ് MM വർഗീസ് ഈ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത്. ഈ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ ED കസ്റ്റഡിയിൽ വാങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ ദിവസം തന്നെയാണ് ഈ തിങ്കളാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും എന്നുള്ളൊരു നിർദ്ദേശം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ PK ബിജു, ഒപ്പം തന്നെ PK ഷാജൻ, അദ്ദേഹം കൗൺസിലർ കൂടിയാണ്, ഒപ്പം MM വർഗീസിനെയും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുന്നത്. ഇന്ന് രാവിലെയോടുകൂടി 10 മണിയോടുകൂടി ഇവർ ED ഓഫീസിലേക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അജിംഷാദ്. ശരി, എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പാനൂർ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്.